നമസ്കാരം. ട്രംപ് എന്തൊക്കെ കുതന്ത്രം പ്രയോഗിച്ചാലും നിലപാടിൽ അണുവിട മാറ്റമില്ല മോദിക്ക്. നയിക്കാൻ അറിയാവുന്നവന് ട്രംപിന്റെ മുട്ടാൻ പോക്ക് ന്യായങ്ങൾ കേട്ട് മുട്ടുവിറക്കില്ല എന്ന് മോദി ആദ്യം തന്നെ ഉറപ്പിച്ചിരുന്നു. താരിഫ് കൂട്ടി ഭീഷണി മുഴക്കി തുടങ്ങിയത് മുതൽ മോദി പുതിയ വഴികൾ വെട്ടുന്ന തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ബോംബിനെ വെറും ഓലപ്പടക്കമാക്കി മോദി കാറ്റിൽ പറത്തിയത്. ട്രംപിന്റെ ഏറ്റവും വലിയ ഭയം ഇന്ത്യ, റഷ്യ, ചൈന കൂട്ടുകെട്ടാണ്. എന്നാൽ അതിന്റെ ബലം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. US പ്രഖ്യാപിച്ച ഇരട്ടി താരിഫിനിടെ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി കുതിച്ചുയർന്നു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ അത് ശരിവെക്കുന്നതാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഏപ്രിൽ നവംബർ കാലയളവിൽ കയറ്റുമതി 33% വർദ്ധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതായത് $12.22 ബില്യൺ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തു കഴിഞ്ഞു. US പ്രഖ്യാപിച്ച നിയന്ത്രണത്തിന് പിന്നാലെ ഇന്ത്യ പുതിയ വിദേശ വിപണി കണ്ടെത്തിയെന്നതിന്റെ സൂചനയാണ് ഈ കണക്ക്. US പ്രഖ്യാപിച്ച ഇരട്ടി താരിഫ് നയത്തിനിടയിൽ ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി വർദ്ധിക്കുന്നത് ആഗോള വ്യാപാര രംഗത്ത് ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ, ദീർഘവീക്ഷണത്തിന്റെ, സ്വയം പര്യാപ്തതയുടെ വ്യക്തമായ തെളിവാണ്. ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച അമേരിക്ക ഫസ്റ്റ് എന്ന സംരക്ഷണവാദ നയത്തിന്റെ ഭാഗമായാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന താരിഫ് ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ നീക്കം ഇന്ത്യയെ ദുർബലപ്പെടുത്താനോ തകർക്കാനോ സാധിച്ചില്ല. മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പുതിയ വിപണികൾ കണ്ടെത്തി, കയറ്റുമതി വഴികൾ വൈവിധ്യമാക്കി, ചൈനയെ പോലുള്ള വമ്പൻ വിപണികളിലേക്ക് ശക്തമായ മുന്നേറ്റം നടത്തി. ഇന്ത്യയുടെ ഏറ്റവും വലിയ 4ാമത്തെ കയറ്റുമതി രാജ്യമാണ് ചൈന. മൊത്തം കയറ്റുമതിയുടെ 4% ചൈനയിലേക്കാണ്. ഈ വർഷം നവംബറിൽ മാത്രം ചൈനയിലേക്കുള്ള കയറ്റുമതി 90% വളർച്ച നേടിയിട്ടുണ്ട്. $2.2 ബില്യൺ കയറ്റുമതി. പെട്രോളിയം, ഇലക്ട്രോണിക്സ്, സമുദ്രോൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ കാലയളവിൽ കയറ്റുമതി ചെയ്തതിൽ ഭൂരിഭാഗവും. US നിന്ന് ചൈനയിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി മാറുന്നുവെന്നാണ് 3-4 മാസത്തെ പ്രവണത സൂചിപ്പിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിന്റെ ഇരട്ടി താരിഫ് തീരുമാനം അടിസ്ഥാനപരമായി രാഷ്ട്രീയ പ്രചരണ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു എന്ന കാര്യം നിസ്സംശയം പറയാം. ആഗോള വ്യാപാരത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ അവഗണിച്ച് ആഭ്യന്തര ജനതയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുത്ത ഒരു തീരുമാനമാണതെന്നതിൽ സംശയമില്ല. ഇന്ത്യയുമായി ദീർഘകാല സൗഹൃദവും തന്ത്രപ്രധാന പങ്കാളിത്തവും നിലനിൽക്കുമ്പോഴും അമേരിക്ക ഇന്ത്യയെ ഒരു വ്യാപാര എതിരാളിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യ പ്രതികരിച്ചത് വികാരാധിഷ്ഠിതമായല്ല, മറിച്ച് തന്ത്രപരമായ, ബുദ്ധിമുട്ടില്ലാത്ത സമീപനത്തിലൂടെയാണ്. അതാണ് മോദി ഭരണകൂടത്തിന്റെ ശക്തി. US വിപണിയിൽ താരിഫ് സമ്മർദ്ദം വർദ്ധിച്ചപ്പോൾ ഇന്ത്യ ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തി. ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, IT സേവനങ്ങൾ, ഓട്ടോ ഘടകങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, സ്റ്റീൽ, ഇലക്ട്രോണിക് ഘടകങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ചൈനീസ് വിപണികളിൽ സാന്നിധ്യം ശക്തമാക്കി. ഒരു കാലത്ത് ചൈനയോട് വ്യാപാരക്കുറവ് നേരിട്ടിരുന്ന ഇന്ത്യ ഇന്ന് തന്ത്രപരമായ മേഖലകളിൽ കയറ്റുമതി വർദ്ധിപ്പിച്ച് ബാലൻസ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ നയങ്ങളുടെ ഫലമാണത്. ട്രംപ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ച സമയത്താണ് മോദി സർക്കാർ ആഗോള വ്യാപാര ബന്ധങ്ങളിൽ ആത്മവിശ്വാസത്തോടെ ഇടപെട്ടത്. ഇന്ത്യ ആരുടെയും ഉപഗ്രഹ രാജ്യമല്ല എന്നും സ്വന്തം ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശേഷിയുള്ള ശക്തമായ രാഷ്ട്രമെന്നുമാണ് ഈ നയം ലോകത്തോട് പറഞ്ഞത്. ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളും രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുമ്പോഴും വ്യാപാര രംഗത്ത് യാഥാർത്ഥ്യ ബോധത്തോടെ സമീപിക്കാൻ ഇന്ത്യക്ക് കഴിയും. ഇത് ഇന്ത്യയുടെ നയതന്ത്ര പക്വതയുടെ ഉദാഹരണമാണ്. US ഇരട്ടി താരിഫ് ഏർപ്പെടുത്തിയതിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി തകർന്നു വീഴുമെന്നായിരുന്നു ചിലരുടെ പ്രതീക്ഷ. എന്നാൽ യാഥാർത്ഥ്യം അത് മറിച്ചായിരുന്നു. ഇന്ത്യ പുതിയ വിപണികളിലേക്ക് തിരിഞ്ഞു. ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിൽ കയറ്റുമതി വ്യാപ്തി കൂട്ടി. ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചത് ഈ വലിയ തന്ത്രത്തിന്റെ ഭാഗമാണ്. മോദി സർക്കാർ ഒരേ വിപണിയിൽ ആശ്രയിക്കുന്ന അപകടം തിരിച്ചറിഞ്ഞു. അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷപ്പെടുത്തി. ട്രംപിന്റെ നയങ്ങൾ പലപ്പോഴും ഏകപക്ഷീയവും അസ്ഥിരവുമായിരുന്നു. ഇന്ന് ഉയർത്തിയ താരിഫ് നാളെ പിൻവലിക്കുന്ന രീതിയിലുള്ള അപ്രതീക്ഷിത തീരുമാനങ്ങൾ ആഗോള വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. ഇതിന് വിപരീതമായി മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സ്ഥിരതയും വിശ്വാസ്യതയും പ്രകടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യയെ ആഗോള കമ്പനികളും രാജ്യങ്ങളും ഒരു ദീർഘകാല പങ്കാളിയായി കാണുന്നത്. ചൈനയെ പോലെയുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വാതിൽ തുറക്കുന്നു. ഈ വിശ്വാസത്തിന്റെ ഫലമാണ് ഇതിലേക്കൊക്കെ ഇന്ത്യയെ നയിച്ചത്. ഇന്ത്യ ചൈന വ്യാപാര ബന്ധം ശക്തമാകുന്നത് ട്രംപിനൊരു ശക്തമായ സന്ദേശം നൽകുന്നു. ഭീഷണിയിലൂടെയും താരിഫ് യുദ്ധത്തിലൂടെയും ഇന്ത്യയെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന ശക്തമായ സന്ദേശം. ഇന്ത്യ ഇന്ന് സ്വയം തീരുമാനമെടുക്കുന്ന, ആഗോള സമവാക്യങ്ങൾ സ്വാധീനിക്കുന്ന ശക്തിയാണ്. ഇത് ട്രംപിന്റെ അഹങ്കാരപരമായ സമീപനത്തിന് നേരെയുള്ള നിശബ്ദവും ശക്തവുമായ മറുപടി കൂടിയാണ്.
US ഇരട്ടി താരിഫ് പ്രഖ്യാപനം ഇന്ത്യക്ക് ഒരു വെല്ലുവിളിയായിരുന്നു. എന്നാൽ അതൊരു അവസരമാക്കി മാറ്റിയത് മോദി സർക്കാരിന്റെ ദീർഘദർശനമാണ്. ചൈനയിലേക്കുള്ള കയറ്റുമതി വർദ്ധിച്ചത് ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയും നയതന്ത്ര കഴിവും തെളിയിക്കുന്നു. ട്രംപിന്റെ സംരക്ഷണവാദ രാഷ്ട്രീയം കാലഹരണപ്പെടുമ്പോൾ മോദിയുടെ വികസനാധിഷ്ഠിതവും ആത്മവിശ്വാസപരവുമായ സമീപനം ഇന്ത്യയെ 21ാം നൂറ്റാണ്ടിലെ നിർണായക ശക്തിയാക്കി മാറ്റുകയാണ്. ഇന്ത്യ പിന്നോട്ടല്ല, മുന്നോട്ടാണ്. അതും ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന വേഗത്തിൽ.